ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട വാത്സല്യ സഹോദരങ്ങളെ, സങ്കീർത്തന മാതിരിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. സങ്കീർത്തന പഠനത്തിലൂടെ ഓർമ്മയും ചിന്തയും ആശയങ്ങളും വളർത്തുവാനും പ്രതിഫലിപ്പിക്കുവാനും ശക്തീകരിക്കുവാനും ദൈവം നമ്മളെ സഹായിക്കട്ടെ. വിവിധ സാഹചര്യങ്ങളിൽ വ്യത്യസ്തരായ വ്യക്തിത്വങ്ങൾ പങ്കുവച്ച അനുഭവങ്ങൾ, അവരുടെ ഹൃദയ സംവേദനം ലോകത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. പാട്ടായി, പ്രാർത്ഥനയായി, ധ്യാനമായി, ആരാധനയായി അത് രൂപപ്പെട്ടിരിക്കുകയാണ്. ആ സങ്കീർത്തന പഠനത്തിലാണ് നാമുമായിരിക്കുന്നത്. നമുക്കിത് പ്രയോജനപ്രദമായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നാമുകമായിട്ട് പ്രാർത്ഥിക്കുന്നു. 22-ാം സങ്കീർത്തനം 27 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ നിങ്ങളുടെ മുൻപാകെ സമർപ്പിക്കുകയാണ്. ഭൂമിയുടെ അറുതികളൊക്കെയും ഓർത്ത് യഹോവയെങ്കിലേക്ക് തിരിയും. ജനതകളുടെ വംശങ്ങളൊക്കെയും നിൻ്റെ മുൻപാകെ നമസ്കരിക്കും. രാജ്യത്വം യഹോവയ്ക്കുള്ളതല്ലോ, അവൻ ജനതകളെ ഭരിക്കുന്നു. ഭൂമിയിൽ പുഷ്ടിയുള്ളവരൊക്കെയും ഭക്ഷിച്ച് ആരാധിക്കും. പൊടിയിലേക്ക് ഇറങ്ങുന്നവരെല്ലാവരും തൻ്റെ പ്രാണനെ രക്ഷിക്കുവാൻ കഴിയാത്തവനും അവൻ്റെ മുൻപാകെ കുമ്പിടും. ഒരു സന്തതി അവനെ ആരാധിക്കും. വരുന്ന തലമുറയോട് യഹോവയെക്കുറിച്ച് കീർത്തിക്കും. അവർ വന്ന് ജനിക്കുവാനുള്ള ജനത്തോട് അവൻ നിവർത്തിച്ചിരിക്കുന്നു എന്ന് അവൻ്റെ നീതിയെ വർണ്ണിക്കും. 22-ാം സങ്കീർത്തനത്തിൻ്റെ സമാപ്ത ഭാഗത്തിലേക്ക് എത്തുകയാണ്. ഭക്തൻ എത്രമാത്രം പരാതിയോടെയാണ് തുടങ്ങിയത്. സങ്കീർത്തനക്കാരനായ ദാവീദ് പ്രാർത്ഥിച്ചു പറയുകയാണ്. സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് പ്രാർത്ഥിച്ചു. തൻ്റെ പേടിയുടെയും വേദനയുടെയും സമയത്ത് ദൈവം കൈവിട്ടു എന്ന് പരാതി പറഞ്ഞു. നമ്മുടെ കർത്താവിൻ്റെ ക്രൂശിലെ വചനങ്ങളായി പിന്നീട് ഈ സങ്കീർത്തനം രൂപപ്പെട്ടു. ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ ഭക്തൻ്റെ ഓരോ പരാതികളും പരിഭവങ്ങളുമൊക്കെ പിന്നീട് അത് നിർമ്മലമായിട്ടുള്ളതാണെങ്കിൽ, വിശുദ്ധമായിട്ടുള്ളതാണെങ്കിൽ വേദശാസ്ത്രമായി രൂപപ്പെടും, വാക്കുകളായി, വചനങ്ങളായി രൂപപ്പെടും, പ്രഭാഷണങ്ങളായി രൂപപ്പെടും. ദൈവാന്വേഷണമൊക്കെ നാളത്തെ തലമുറയ്ക്ക് പാഠപുസ്തകമായി തീരട്ടെ എന്ന് ഞാൻ പ്രത്യേകിച്ച് ഓർപ്പിക്കുന്നു. ഭൂമിയുടെ അറുതികളൊക്കെയും ഓർത്ത് യഹോവയെങ്കിലേക്ക് തിരിയും. ജനതകളുടെ വംശങ്ങളൊക്കെയും നിൻ്റെ മുൻപാകെ നമസ്കരിക്കും. സങ്കീർത്തനക്കാരൻ്റെ പരാതികൾ മാറി ലോകതത്വങ്ങളിലേക്ക് പോകുകയാണ്. ഭൂമിയുടെ അറുതികളൊക്കെയും ഓർത്ത് യഹോവയെങ്കിലേക്ക് തിരിയും. അതായത് ലോകത്തിൻ്റെ അറ്റം വരെയുള്ള ഒരു ഭാവന സങ്കീർത്തനക്കാരൻ നടത്തുകയാണ്. നിസ്സാരമായിട്ടുള്ള ഒരു വ്യാഖ്യാനമല്ലാതെ ഭൂമിയുടെ അറുതികളൊക്കെയും ഓർത്ത് യഹോവയെങ്കിലേക്ക് തിരിയും എന്ന് വെച്ചാൽ ലോകത്തിൻ്റെ അറ്റത്തോളം എത്തേണ്ട സാക്ഷ്യങ്ങൾ, സുവിശേഷം, പ്രവർത്തനങ്ങൾ, ദൈവകരുണയെക്കുറിച്ചുള്ള വ്യാഖ്യാനങ്ങൾ, അവയൊക്കെ ഓർക്കേണ്ട സമയത്ത് ഓർക്കും. അറുതികളൊക്കെയും ഓർക്കും. അറുതികളൊക്കെയും ദൈവത്തിൻ്റെ സാക്ഷ്യമെത്തും. നമ്മളെ പലപ്പോഴും ലോകത്തിൻ്റെ മധ്യഭാഗങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. പലപ്പോഴും നമ്മളുടെ പ്രവർത്തനങ്ങളൊക്കെ ചില പ്രത്യേക മേഖലകളിൽ മാത്രം ഒതുങ്ങിക്കിടക്കുകയാണ്. നമ്മളുടെ സുവിശേഷം, നമ്മളുടെ സാക്ഷ്യമൊക്കെ ചില ഭാഗങ്ങളിൽ മാത്രമാണ്. ചില പ്രത്യേക മേഖലകളിൽ മാത്രം നമ്മളുടെ പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. അറുതികളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, അതിർത്തികളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. നമ്മൾക്കൊരു സേഫ്റ്റിയാണ് പല മേഖലകളിലും ആവശ്യം. നമ്മൾ ചെയ്യുന്ന ജോലിയിലും അതാണ്, നമ്മൾ പ്രവർത്തിക്കുന്ന മേഖലയിലും അതാണ്. നമ്മൾക്കറിയാവുന്നവരുടെ അടുത്ത്, അറിയാവുന്ന മേഖലയിൽ പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന നമ്മൾ ഒരു ട്രാൻസ്ഫർ വന്നാൽ പോലും നമ്മൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഒന്ന് മാറി താമസിക്കുന്നത് പോലും ബുദ്ധിമുട്ടാണ്. കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് മാറ്റിയിരുത്തുന്നത് പോലും പ്രശ്നമാണ്. താമസിക്കുന്ന വീടൊന്ന് മാറി താമസിക്കേണ്ട വന്നാൽ നമുക്ക് പ്രയാസമാണ്. ആ ഒരു സാഹചര്യത്തിലാണ് ഭൂമിയുടെ അതിർത്തികളൊക്കെയും ഓർത്ത് യഹോവയെങ്കിലേക്ക് തിരിയും. ഇന്നൊരുപാട് കാര്യങ്ങളുണ്ട്. ദൈവത്തെ അറിയാത്ത ഒരുപാട് സമൂഹമുണ്ട്. അക്ഷരാഭ്യാസമില്ലാത്ത ഒരുപാട് സമൂഹമുണ്ട്. വേദഗ്രന്ഥങ്ങൾ എത്തപ്പെടാത്ത ഒരുപാട് മേഖലകളുണ്ട്. അവിടേക്കൊക്കെ എത്തണം. ഞാനിപ്പോൾ ഏത് പ്ലാറ്റ്ഫോമിലൂടെയാണോ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, വേഡ് ടു വേൾഡ് എന്ന ഈ മ്യൂസിയം, ഈ പ്ലാറ്റ്ഫോം ഒരു വലിയ സുവിശേഷീകരണത്തിൻ്റെ തുടർച്ചയാണ്. ആരാലും അറിയപ്പെടാത്ത 14 ഭാഷകളിലേക്ക് വേദപുസ്തകം പരിഭാഷപ്പെടുത്തിയ ഒരു ദൈവദാസൻ ഡോക്ടർ മാത്യു വർഗീസ്,
അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ആ കാര്യത്തിൽ വളരെ ശ്രേഷ്ഠമാണ്. വേദപുസ്തകം എന്തെന്നോ കർത്താവ് ആരാണെന്നോ അറിയാത്ത സമൂഹത്തിലേക്ക് അവിടെ എത്തിക്കുകയാണ്, ഗോത്രവർഗ്ഗങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ഇന്ന് നമ്മളുടെ സുവിശേഷീകരണമൊക്കെ ചില കേന്ദ്രങ്ങളിൽ മാത്രം ഒതുങ്ങിപ്പോവുകയാണ്. വലിയ പ്രകാശത്തെ നമ്മൾ അടച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് പറഞ്ഞിട്ടുള്ളത് തണ്ടിന്മേൽ വെക്കണം. തണ്ടിന്മേൽ വെച്ചെങ്കിലേ വെളിച്ചം മറ്റുള്ളവർക്ക് പ്രകാശം കാണത്തുള്ളൂ. നമ്മൾ വലിയ വിശ്വാസികളായിട്ടോ ചരിത്രം പറഞ്ഞിട്ടോ ഒന്നുമല്ല കാര്യം. കർത്താവിൻ്റെ സാക്ഷ്യം എത്തേണ്ടിടത്തൊക്കെ എത്തണം. അതിനുവേണ്ടി ഉദ്യമിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. ലോകത്തിൻ്റെ അറ്റത്തോളം എൻ്റെ സുവിശേഷം അറിയിക്കണമെന്ന കർത്താവിൻ്റെ അന്ത്യകൽപ്പന നമുക്കൊരു വലിയൊരു വെളിച്ചവും ഉൾക്കാഴ്ചയുമാണ്. അതൊരു പ്രത്യേക വഴിത്താരയും കൂടിയാണ്. ഭൂമിയുടെ അതിർത്തികളൊക്കെയും ഓർത്ത് യഹോവയെങ്കിലേക്ക് തിരിയും. നമുക്ക് ദൗത്യമുണ്ട്, നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. ജനതകളുടെ വംശങ്ങളൊക്കെയും നിൻ്റെ മുൻപാകെ നമസ്കരിക്കും. ജനതകളുടെ വംശങ്ങൾ ദൈവം മുൻപാകെ നമസ്കരിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ സുവിശേഷം എത്തണം. പറയുന്നവൻ്റെ മുൻപാകെ നമസ്കരിക്കുന്ന ഒരു പദ്ധതിയിലായിരുന്നു നമ്മളായിരിക്കുന്നത്. പഠിപ്പിക്കുന്നവൻ്റെ മുൻപാകെ എത്തുന്ന തരത്തിലാണ് നമ്മൾ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത്. നമ്മളുടെയൊക്കെ ലക്ഷ്യമെന്ന് പറയുന്നത് പലരും കർത്താവിനെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. പഠിപ്പിച്ച് ഓരോരുത്തരും ആൾ ദൈവങ്ങളായിട്ട് മാറുകയാണ്. എല്ലാ മതങ്ങളിലുമുണ്ട്. മതസങ്കല്പങ്ങളൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി പലരും വരും. ചിലർ മഹാഗുരുക്കളായും മഹാനീതിമാന്മാരായും പണ്ഡിതന്മാരായും ഒക്കെ അങ്ങ് സ്വയം മാറ്റപ്പെടുകയാണ്. ആ സ്വയം മാറ്റപ്പെടുന്ന ലോകത്ത് ദൈവത്തെ നമസ്കരിക്കുവാൻ തക്കവണ്ണം, ദൈവത്തിൻ്റെ മുൻപാകെ എത്തപ്പെടുവാൻ തക്കവണ്ണം നമ്മൾക്കിടയാകണം. വിശുദ്ധ സങ്കല്പമൊക്കെ അതിനാണ് വേണ്ടിയത്. പൗരസ്ത്യ സഭകൾ വിശുദ്ധന്മാരുടെ മധ്യസ്ഥത കൊണ്ടാടുന്നുണ്ട്. ആ വിശുദ്ധന്മാരുടെ മധ്യസ്ഥത കൊണ്ടാടുമ്പോൾ വിശുദ്ധരെ ദൈവമായി കണക്കാക്കുന്ന പാരമ്പര്യമില്ല. മറിച്ച് ഞങ്ങളോടൊപ്പം ഞങ്ങൾക്ക് വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കണം, കൂട്ടത്തലയായി പ്രാർത്ഥിക്കണമെന്നുള്ള പാരമ്പര്യമാണ് ഉള്ളത്. ദൈവത്തിൻ്റെ മുൻപിൽ നിന്നുകൊണ്ട് കൈകൾ ഉയർത്തി അനുഗ്രഹിക്കുന്ന വിശുദ്ധന്മാരെയോ വിശുദ്ധിമതികളെയോ അല്ല സഭ പഠിപ്പിക്കുന്നത്. മറിച്ച് ദൈവത്തിൻ്റെ മുൻപാകെ വീണ് കിടന്ന് കണ്ണുനീരോടെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വിശുദ്ധന്മാരെ ശുദ്ധിമതികളെയുമാണ് പഠിപ്പിക്കുന്നത്. അതായത് പഠിപ്പിക്കുന്നവനും സാക്ഷിക്കുന്നവനും ഉന്നതന്മാരായി മാറ്റപ്പെടുകയല്ല വേണ്ടത്. ഞാൻ നട്ടു, അപ്പല്ലോസ് നനച്ചു, ദൈവം അത്രേ വളരുമാറാക്കുക എന്നുള്ള പൗലോസിൻ്റെ സാക്ഷ്യമാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. വളരുമാറാക്കിയ ദൈവമല്ലാതെ നടുന്നവനും നനയ്ക്കുന്നവനും ഒന്നുമില്ല. അവരൊക്കെ കർത്താവിൻ്റെ ഭൃത്യന്മാരാണ്, ദാസന്മാരാണ്, മക്കളാണ്. വലിയ പിതാവ് ദൈവമാണ്. പ്രിയമുള്ളവരെ, ഭൂമിയുടെ അതിർത്തികളൊക്കെയും ഓർത്ത് യഹോവയെങ്കിലേക്ക് തിരിയും. അതിനുള്ള സാഹചര്യം സൃഷ്ടിക്കണം. ഏതെങ്കിലും ഒരു മേഖലയിൽ നമ്മളായി പോകരുത്. എല്ലാവരും ജാതികൾ ദൈവത്തിൻ്റെ മുൻപാകെ നമസ്കരിക്കും. ദൈവത്തിൻ്റെ മുൻപാകെ നമസ്കരിക്കുവാനുള്ള സാഹചര്യം സൃഷ്ടിക്കണം. പഠിപ്പിക്കുന്നവൻ്റെയോ സാക്ഷിക്കുന്നവൻ്റെയോ മുൻപാകെയല്ല. ഞാൻ കുറയണം, അവൻ വളരണമെന്ന യോഹന്നാൻ്റെ സാക്ഷ്യം നമ്മൾ ഉൾക്കൊള്ളണം. എൻ്റെ ദൈവം വളരണം, അവൻ്റെ സുവിശേഷം വളരണം, ഞാൻ കുറയണം. ആ ഒരു തലത്തിലേക്കാണ് നിങ്ങളും ഞാനുമൊക്കെ എത്തിച്ചേരേണ്ടത്. പ്രിയമുള്ളവരെ, അനുദിന സാക്ഷ്യമായി, അനുദിന ഓർമ്മപ്പെടുത്തലായി നമ്മൾ ഏതെങ്കിലുമൊക്കെ ഒരു ഭാഗത്തായിരിക്കുന്നവരാണെങ്കിൽ ഓർത്തോണം, പോകേണ്ടിടത്തൊക്കെ നമ്മൾ പോകണം. നമ്മളെ എവിടേക്കൊക്കെ ചാടിച്ചു വിട്ടാലും എവിടേക്കൊക്കെ ഓടിച്ചാലും അവിടെയൊക്കെ നമ്മളൊരു വെളിച്ചമാകും. ആ പോകുന്നിടത്ത് ദൈവത്തിൻ്റെ സാക്ഷ്യമാകണം. നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ അനുഭവമാകണം. ഇവിടെ തന്നെ ജീവിക്കാൻ ആഗ്രഹിച്ച പലരും ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഉപജീവനാർത്ഥം പോയിട്ടുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളിലും ആഫ്രിക്കയിലും ഒക്കെ പോയിട്ടുണ്ട്, അമേരിക്കയിലും ഒക്കെ പോയിട്ടുണ്ട്. പക്ഷേ പോകുന്ന മേഖലയിലൊക്കെ ഓർത്തോണം, ആ അതിർത്തിയിലേക്ക്, ആ അറുതികളിലേക്ക് നീ പോകുമ്പോഴും നിൻ്റെ ദൈവസാക്ഷ്യം നീ മറക്കരുത്, ഉത്തരവാദിത്വം മറക്കരുത്. അമേരിക്കയിലെ വലിയ ബംഗ്ലാവിലായിരിക്കുമ്പോഴും, UK രുചികരമായ ഭക്ഷണം കഴിക്കുമ്പോഴും, ഓസ്ട്രേലിയയിലെ വലിയ വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോഴും, ന്യൂസിലാൻഡിലെ പുതിയ കാഴ്ചകൾ കാണുമ്പോഴും എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മനസ്സിലൊരു ദൈവചിന്തയുണ്ടാകണം. അത് മറന്നു പോകാനിടയാകരുത്. വീണ്ടും ഓർത്തോണം, രാജ്യത്വം യഹോവയ്ക്കുള്ളതാണ്, അവൻ ജനതകളെ ഭരിക്കുന്നു. ഭൂമിയിൽ പുഷ്ടിയുള്ളവരൊക്കെയും ഭക്ഷിച്ചാരാധിക്കും. പൊടിയിലേക്ക് ഇറങ്ങുന്നവരെല്ലാവരും തൻ്റെ പ്രാണനെ രക്ഷിക്കുവാൻ കഴിയാത്തവനും അവൻ്റെ മുൻപാകെ കുമ്പിടും. ഭൂമിയിൽ പുഷ്ടിയുള്ളവരൊക്കെയും ഭക്ഷിച്ചാരാധിക്കും. ഭൂമിയിൽ പുഷ്ടിയുള്ളവരൊക്കെയും ഭക്ഷിച്ചാരാധിക്കുമെന്ന് പറഞ്ഞത് ആരോഗ്യമുള്ളവരൊക്കെയും ഭക്ഷിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുമെന്നല്ല, തൃപ്തരായ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നല്ല. പുഷ്ടി നേടണം. ഏത് പുഷ്ടിയാണ് നേടേണ്ടത്? ഏതാരോഗ്യമാണ് നേടേണ്ടത്?
ഒരാത്മബലം നേടണം. ഭൂമിയിൽ പുഷ്ടിയുള്ളവരൊക്കെയും ഭക്ഷിച്ചാരാധിക്കും എന്ന് വെച്ചാൽ ദൈവകൃപയാൽ നിറഞ്ഞ് ദൈവത്താൽ ബലം പ്രാപിച്ച് ബലം ദൈവത്തിനുള്ളത് എന്ന് അരുളി ചെയ്തത് കേട്ട് മുൻപോട്ട് പോകുന്നവൻ, ദൈവത്തിൽ ബലം പ്രാപിക്കുന്നവൻ, അവൻ ശക്തി പ്രാപിക്കും. ബലം നിന്നിലുള്ളോർ ഭാഗ്യം നിറഞ്ഞോർ നിശ്ചയമാണെന്നും താഴ്ച ഭവിക്കുകയില്ലെന്നും ഈ വിധമുള്ളോർ മനസ്സുകളിൽ. പ്രത്യേകിച്ച് പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ മനസ്സുള്ളവർ, ബലമുള്ളവർ, പൂർണ്ണ ബലത്തോടും പൂർണ്ണ മനസ്സോടും കൂടി അവനെ ആരാധിക്കുന്നവർ, ചെയ്യുന്ന കാര്യങ്ങളിൽ സ്ഥിരതയുള്ളവർ, അവർ ദൈവത്തെ ആരാധിക്കും. ഭൂമിയിൽ പുഷ്ടിയുള്ളവരൊക്കെയും ഭക്ഷിച്ച് ആരാധിക്കും. അതായത് നന്മയുടെ ബലം, ദൈവകൃപയുടെ ബലം, ആത്മനിറവിൻ്റെ ബലം, ആത്മനിറവിൻ്റെ പുഷ്ടി, ഇതൊക്കെ നമ്മൾ പ്രാപിക്കണം. ഭക്ഷണത്തിൻ്റെ പുഷ്ടി മാത്രം പോരാ, സമ്പത്തിൻ്റെ പുഷ്ടി മാത്രം പോരാ, സൗന്ദര്യത്തിൻ്റെ പുഷ്ടി മാത്രം പോരാ. ഇന്ന് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് അതാ. ഇത്തരത്തിലുള്ള പുഷ്ടിയുടെ പിന്നാലെ പോകുകയാണ്, ഇത്തരത്തിലുള്ള സ്വാധീനങ്ങളുടെ പിന്നാലെ പോകുകയാണ്. ഭൂമിയിൽ പുഷ്ടിയുള്ളവരൊക്കെയും ഭക്ഷിച്ചാരാധിക്കും. ആരാധിക്കുന്നവന് പട്ടിണി കിടക്കേണ്ട വരത്തില്ല. അവൻ്റെ ഭക്ഷണവും ആരാധനയും മാറിപ്പോകത്തില്ല. സ്വർഗരാജ്യം ഭക്ഷണവും പാനീയവുമല്ല. പക്ഷേ ഇവിടെ ഓർത്തോണം, അവൻ ഭക്ഷിക്കുകയും ചെയ്യും, ആരാധിക്കുകയും ചെയ്യും. ഭക്ഷിച്ചാരാധന മുടക്കുന്നവനല്ല, ലൗകിക തൃപ്തിയിൽ ദൈവത്തെ മറക്കുന്നവനല്ല. ആത്മബലത്താൽ നിറഞ്ഞ് ആത്മകൃപയാൽ നിറഞ്ഞ് ആത്മപുഷ്ടി പ്രാപിക്കുന്നവൻ അവൻ ഭക്ഷിച്ചാലും ഭൗതികമായ ഉയർച്ചയുണ്ടായാലും അവൻ ദൈവത്തെ ആരാധിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വാഹനങ്ങൾ വാങ്ങിച്ച് നല്ല ജോലിയൊക്കെ ചെയ്ത് നല്ല കുടുംബത്തിലൊക്കെ ആയാലും കൊള്ളാം, രുചികരമായ ഭക്ഷണങ്ങൾ കഴിച്ചാലും കൊള്ളാം, യാത്രകളൊക്കെ ചെയ്താലും കൊള്ളാം, ഭൗതികവും ആത്മീകവുമായ സമാധാനം പ്രാപിച്ചാലും കൊള്ളാം, ദൈവത്തെ ആരാധിക്കാൻ മറക്കരുത്. ഭക്ഷിച്ചാരാധിക്കണം, ഭക്ഷിച്ച് ദൈവത്തെ സ്തുതിക്കണം. പട്ടിണി കിടന്നല്ല. വീണ്ടും ആരാധനയുടെ തലമൊക്കെ അതിൻ്റെ അകത്തിലുണ്ട്, കുർബാന അനുഷ്ഠാനത്തിൻ്റെ തലമൊക്കെ അതിലുണ്ട്. ഭക്ഷിച്ചാരാധിക്കണം. രക്ഷകനുര ചെയ്താൽ എന്മേ രക്തങ്ങൾ കൈക്കൊള്ളുന്നോരിൽ വാസം ചെയ്യും ഞാൻ. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ അവൻ മരിച്ചാലും ജീവിക്കും. അവനിൽ ഞാൻ വസിക്കും. ഒരുവൻ എന്നിലും ഞാൻ അവനിലുമായാൽ അവൻ വളരെ ഫലം കായ്ക്കും. ആ ദൈവകൃപ നമ്മൾ പ്രാപിക്കുവാനിടയാകണം. തൻ്റെ പ്രാണനെ രക്ഷിക്കുവാൻ കഴിയാത്തവനും അവൻ്റെ മുൻപാകെ കുമ്പിടും. പ്രാണനെ രക്ഷിക്കാൻ കഴിയാത്തവൻ എന്തിനാ കുമ്പിടുന്നത്? അവനും സമർപ്പിക്കുകയാണ്. ദാവീദ് രാജാവ്, അവൻ പ്രവാചകനോടെയാ, നബിയാവന് രാജാവാ. തൻ്റെ പ്രാണനെ രക്ഷിക്കാൻ കഴിയാത്തവനും അവൻ്റെ മുൻപാകെ കുമ്പിടും. അതെ, നമ്മുടെ നോട്ടത്തിൽ ചിലപ്പോൾ അങ്ങനെയുണ്ട്. തൻ്റെ പ്രാണനെ രക്ഷിക്കാൻ അറിയാത്തവൻ, ജീവിക്കാൻ അറിയാത്തവൻ, പ്രവർത്തിക്കാൻ അറിയാത്തവൻ, സൗന്ദര്യമില്ലാത്തവൻ, ആരോഗ്യവും ബലവും ഇല്ലാത്തവൻ, തൻ്റെ പ്രാണനെ രക്ഷിക്കാൻ അറിയാത്തവൻ. പ്രാണനെ രക്ഷിക്കാൻ അറിയാത്ത ഒരുപാട് പേരുണ്ട്. അവനെയും ദൈവസന്നിധിയിൽ കുമ്പിട്ട് പ്രാർത്ഥിക്കാൻ നമ്മൾ പ്രേരിപ്പിക്കണം, സമർപ്പിക്കാൻ പ്രേരിപ്പിക്കണം. തൻ്റെ പ്രാണനെ രക്ഷിക്കാൻ അറിയാത്തവർ ഈ ലോകത്തുണ്ടെന്ന് നമ്മളെ ഓർപ്പെടുത്തുമ്പോൾ വലങ്കയും ഇടങ്കയും തിരിച്ചറിയാത്ത കുറേ പേരുണ്ട്. യോനായെ ദൈവം അയച്ചത് അതിനുവേണ്ടിയാണ്. വലങ്കയും ഇടങ്കയും തിരിച്ചറിയാത്ത നിനുവാക്കാരെ രക്ഷിക്കുവാൻ തക്കവണ്ണം, രക്ഷപ്പെടുത്തുവാൻ തക്കവണ്ണം യോനായെ നീ മുന്നിട്ടിറങ്ങണം. നമ്മളെ ഓർപ്പിച്ചിരിക്കുന്നത് അതാണ്. നമ്മൾ പോകുന്ന വഴിത്താരകളിൽ ചിലരെയൊക്കെ മറന്നു പോകുന്നുണ്ട്. ചിലരെയൊക്കെ രക്ഷപ്പെടുത്താൻ തക്കവണ്ണം നമ്മൾ ചില ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കൊടുക്കണം. കാണാതെ പോയിട്ട് കാര്യമില്ല. പോകട്ടെ, മദ്യപിച്ച് കൂത്താടിപ്പോകുന്നവൻ എവിടെങ്കിലും പോയി വാഹനം പിടിച്ച് ചാകട്ടെ, ഇവനൊന്നും ഗതി പിടിക്കത്തില്ല. അങ്ങനല്ല. തൻ്റെ പ്രാണനെ രക്ഷിക്കാൻ അറിയാത്തവനും കുമ്പിട്ട് ആരാധിക്കും. അവൻ്റെ മുമ്പാകെ കുമ്പിടുമെന്ന് പറയുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, അവനെ കുമ്പിടാൻ പ്രേരിപ്പിക്കണം. അവനെ നമ്മൾ തിരിച്ചറിയണം. തൻ്റെ പ്രാണനെ രക്ഷിക്കാൻ കഴിയാത്തവൻ ഞാനും നിങ്ങളുമാകാം. പലപ്പോഴും നമുക്ക് നമ്മുടെ പ്രാണനെ രക്ഷിക്കാൻ അറിയത്തില്ല. വാക്കുകൾ കൊണ്ടും ചിന്തകൾ കൊണ്ടും ആലോചനകൾ കൊണ്ടും ജോലി മേഖലകളിലുമൊക്കെ നമുക്ക് പരാജയങ്ങൾ വരും. ചിലപ്പോൾ ചിലർ പ്രാണനെ രക്ഷിക്കാൻ അറിയാതെ പോകുന്നത് മറ്റുള്ളവരുടെ പ്രാണനെ രക്ഷിക്കാൻ ശ്രമിച്ച്
മറന്നു പോകുന്നതായിരിക്കാം, സ്വന്തം കാര്യം നോക്കാത്തവരായിരിക്കാം, ഒരുപക്ഷെ ലക്ഷ്യബോധമില്ലാത്തവരായിരിക്കാം, അല്ലെങ്കിൽ എല്ലാം മറന്ന് സ്നേഹത്തിന് അടിപ്പെട്ടവരായിരിക്കാം. അവരും ദൈവത്തെ ആരാധിക്കും. അതായത് എല്ലാം മറന്ന് മറ്റുള്ളവരുടെ പ്രാണനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നവർ കാണും, സ്വന്തം ജീവൻ്റെ വില അറിയാത്തവർ കാണും, ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് പ്രാണൻ്റെ വില മനസ്സിലാക്കാൻ പറ്റാതെ പോയവർ കാണും, പ്രാണനെക്കുറിച്ച് വിശ്വാസമില്ലാത്തവർ കാണും, ആത്മജീവനെക്കുറിച്ച് ശ്രദ്ധിക്കാത്തവർ കാണും. ആയിക്കൊള്ളട്ടെ, അവനും ദൈവത്തെ ആരാധിക്കും. ആരാധിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ ദാവീദ് രാജാവ് പറയുന്നു, എളിയവർ ഭക്ഷിച്ച് തൃപ്തരാകുമെന്ന് ഉറപ്പ് പറയുന്നു. അതോടൊപ്പം പ്രാണനെ രക്ഷിക്കാൻ അറിയാത്തവനും കുമ്പിട്ട് നമസ്കരിക്കുമെന്ന് പറയുന്നു. അപ്പം പട്ടിണി കിടക്കുന്നവൻ ഉണ്ടാവില്ല, അവന് ഭക്ഷിച്ച് തൃപ്തരാകുവാനുള്ള സാഹചര്യം ഒരുക്കുമെന്നുള്ള ഒരു സ്വാധീനം നൽകിയ, നിർദ്ദേശം നൽകിയ, ഉറപ്പ് നൽകിയ ദാവീദ് പ്രാണനെ രക്ഷിക്കാൻ പറ്റാത്തവൻ്റെ കാര്യവും പറയുന്നുണ്ട്. അവനെ കുമ്പിട്ട് നമസ്കരിക്കാൻ തക്കവണ്ണം പ്രേരിപ്പിക്കുന്ന അനുഭവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. വീണ്ടും ഒരു സന്തതി അവനെ ആരാധിക്കും, വരുന്ന തലമുറയോട് യഹോവയെക്കുറിച്ച് കീർത്തിക്കും, അവർ വന്ന് ജനിക്കുവാനുള്ള ജനത്തോട് അവൻ നിവർത്തിച്ചിരിക്കുന്നു എന്ന് അവൻ്റെ നീതിയെ വർണ്ണിക്കും. 22-ാം സങ്കീർത്തനം അവസാനിക്കുകയാണ്. ആദ്യത്തേതും അവസാനത്തേതും തമ്മിൽ എത്ര വ്യത്യാസമാണ്. എൻ്റെ ദൈവം എന്നെ കൈവിട്ടു, എന്താണ് കൈവിട്ടതെന്ന് ചോദിച്ച ദാവീദ് ചോദിക്കുന്നു. ഒരു സന്തതി അവനെ ആരാധിക്കും, വരുന്ന തലമുറയോട് യഹോവയെക്കുറിച്ച് കീർത്തിക്കും. അതെ, ഒരു സന്തതി അവനെ ആരാധിക്കും, ഒരു സന്താനം അവനെ ആരാധിക്കും, വരുന്ന തലമുറയോട് യഹോവയെക്കുറിച്ച് കീർത്തിക്കും. ഇന്നത്തെ തലമുറയോട് പോലും ദൈവത്തെക്കുറിച്ച് പറയാൻ കഴിവില്ലാത്ത സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ വിശുദ്ധ തിരുവചനം പഠിപ്പിക്കുന്നത് പോലെ, നമ്മുടെ കർത്താവ് പറഞ്ഞതുപോലെ, അവൻ്റെ രാജകീയമായ എഴുന്നള്ളത്തിൻ്റെ സമയത്ത് പിഞ്ചു കുഞ്ഞുങ്ങൾ ദാവീദ് പുത്രൻ ഓശാന പാടിയപ്പോൾ യഹൂദന്മാർ പറഞ്ഞു, ഇവരോട് മിണ്ടാതിരിക്കാൻ പറയണം. ഇവരെന്തായി കിടന്ന് അലയ്ക്കുന്നത്, നീ കേൾക്കുന്നില്ലയോ? മിണ്ടാതിരിക്കാൻ പറ. കർത്താവ് പറഞ്ഞു, ഇവർ മിണ്ടാതിരുന്നാൽ ഈ കല്ലുകൾ ആർത്ത് വിളിക്കും, ഈ കല്ലുകൾ ആർത്ത് വിളിക്കും. ജീവനില്ലാത്ത കല്ലുകൾ നാവുകളായി മാറി ആർത്ത് വിളിക്കും. നാവിൻ്റെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് കല്ലുപോലെ ഹൃദയമുള്ളവരുടെ ഹൃദയത്തിൽ പതിച്ചപ്പോൾ, ദേഹത്ത് പതിച്ചപ്പോൾ അവർ ദൈവത്തെ എല്ലാം മറന്ന് ആരാധിച്ചു. ഒരു സന്തതി അവനെ ആരാധിക്കും എന്ന് വെച്ചാൽ അതിലൊരു വലിയൊരു പ്രതീക്ഷയിലേക്ക് വരികയാണ്. ഒരു പുതിയ സന്താനം, ഇനി ജനിക്കുവാനുള്ള സന്താനം, വരുന്ന തലമുറയോട് യഹോവയെക്കുറിച്ച് കീർത്തിക്കുമെന്ന് പറയുകയാണ്. ചില നാമ്പുകളുണ്ട് പ്രിയമുള്ളവരെ. നമ്മൾ ചിലപ്പം പറയും, ഇനി ഒന്നുമില്ല, നന്മയുള്ളവരൊക്കെ പോയി, വിശുദ്ധരൊക്കെ പോയി. സഭയിലേക്ക് നോക്കുമ്പോൾ പറയും, സഭകളിൽ നോക്കുമ്പോൾ പറയും, നല്ല പിതാക്കന്മാർ പോയി, പ്രാർത്ഥിച്ചവരൊക്കെ പോയി, സഭയെ സ്നേഹിച്ചവർ പോയി, നമ്മളെ സ്നേഹിച്ചവർ പോയി, ഇനി ആരുമില്ല. അതല്ല, സഭയിലും സമൂഹത്തിലും ഒരു സന്താനമുണ്ട്. ഇനിയും എഴുന്നേൽക്കാനുള്ളൊരു സന്താനമുണ്ട്. വരുവാനുള്ള തലമുറയോട് യഹോവയെക്കുറിച്ച് കീർത്തിക്കുന്ന ഒരു സന്താനമുണ്ട്. ഒരു പൈതലിൻ്റെ തീഷ്ണതയോടെ ഓടി നടക്കുന്ന ഒരു വിഭാഗമുണ്ട്. നമ്മുടെ സമൂഹത്തിലും അതുപോലെ. നമ്മൾ രാഷ്ട്രീയക്കാരെ പൂർണ്ണമായിട്ട് കണ്ണടച്ച് നിന്ദിക്കേണ്ട. ചില നല്ല മനുഷ്യരും തീഷ്ണതയുള്ളവരുമുണ്ട്. ചിന്തകന്മാരിലുണ്ട്, എഴുത്തുകാരിലുണ്ട്, സിനിമാ താരങ്ങളിലുണ്ട്, കർഷകരിലുണ്ട്, എല്ലാവരിലുമുണ്ട്. അതായത് പ്രത്യാശയുടെ സന്ദേശം പകരുന്നവർ നമ്മളുടെ ഇടയിലുണ്ട്. നമ്മളുടെ മനസ്സിലുണ്ടാകണം. നമ്മൾ പലപ്പോഴും പറയുന്ന വാക്കുകളിൽ ഒരു വലിയ പ്രത്യാശ ഉണ്ടാകണം. വരുവാനുള്ള തലമുറയോട് ദൈവത്തെക്കുറിച്ച് കീർത്തിക്കുവാൻ തക്കവണ്ണം തീഷ്ണതയുള്ള ഒരു അനുഭവം നമ്മൾ ശേഷിപ്പിച്ചേ പറ്റത്തുള്ളൂ. അവർ വന്ന് ജനിക്കുവാനുള്ള ജനത്തോട് അവൻ നിവർത്തിച്ചിരിക്കുന്നു എന്ന് അവൻ്റെ നീതിയെ വർണ്ണിക്കും. ഒരു വലിയ സാക്ഷ്യമാണ് നടത്താൻ പോകുന്നത്. അവർ വന്ന് ജനിക്കുവാനുള്ള ജനത്തോട് അവൻ നിവർത്തിച്ചിരിക്കുന്നു എന്നവൻ്റെ നീതിയെ വർണ്ണിക്കും. ദൈവത്തിൻ്റെ നീതി കേൾക്കാൻ താല്പര്യമില്ലാത്തൊരു വിഭാഗമുണ്ട്. ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ച് പറയാൻ താല്പര്യമില്ലാത്തൊരു വിഭാഗമുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ച് പറയാൻ താല്പര്യമുള്ള ഒരു ജനത ഇനിയും വരുവാനുള്ള ജനത്തോട് ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ച് പറയും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, വളരെ ലഘുവായിട്ട് പറഞ്ഞാൽ
അതിലൊരു വലിയ രഹസ്യം അടങ്ങിയിട്ടുണ്ട്. ചില കാര്യങ്ങളോടൊക്കെ നമുക്ക് താല്പര്യമില്ല. നമ്മൾ പറയും ചില കാര്യങ്ങളൊക്കെ, ചില പണികാര്യങ്ങൾ ചിലർക്ക് പറയും, ഓ ഇതിലിപ്പോൾ വളരെ താല്പര്യമുള്ളവരില്ല, എക്സ്പേർട്ടായിട്ടുള്ളവരില്ല. നമ്മൾ പഴയ കാലത്ത് പറയും ഓലമടയുന്നു. ഇപ്പോൾ ഓലമടയുന്നവരുടെ എണ്ണം വളരെ കുറഞ്ഞിട്ടുണ്ട്. പഴയ കാലത്തെ പണികളൊക്കെ കൈത്തൊഴിലുകളിൽ ചെയ്യുന്നവരുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. തുന്നൽ കൈകൊണ്ട് തുന്നി ഉണ്ടാക്കുന്നവരുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. എല്ലാം മിഷൻ വർക്കുകളായി, മിഷൻ കട്ടിങ്ങായി, എല്ലാ മേഖലയിലുമുണ്ട്. നല്ല തട്ടാന്മാരുടെ എണ്ണം കുറഞ്ഞു വരുന്നുണ്ട്. നല്ല അധ്വാനിക്കുന്ന പണിക്കാരുടെ എണ്ണം കുറഞ്ഞു വരുന്നുണ്ട്. നല്ല അധ്യാപകരുടെ എണ്ണം കുറയുന്നുണ്ട്. നല്ല എഴുത്തുകാരുടെ എണ്ണം കുറയുന്നുണ്ട്. അപ്പോൾ എവിടെ നമ്മൾ നോക്കിയാലും ഇല്ല, ഓ വളരെ വിരലിലെണ്ണാനേ ഉള്ളൂ. നമ്മളുടെ മനസ്സിലൊരു പെസിമിസ്റ്റിക് ആറ്റിറ്റ്യൂഡാണത്. പണ്ടൊക്കെ ഒത്തിരി നല്ലവരുണ്ടായിരുന്നു, ഒത്തിരി മിടുക്കരുണ്ടായിരുന്നു, അധ്വാനശീലരുണ്ടായിരുന്നു. ഇന്ന് ഈ അധ്വാനത്തിൻ്റെയും ഒക്കെ ആ ഒരു മാനദണ്ഡം മാറിയതേ ഉള്ളൂ. പണ്ട് ചുമടെടുക്കാനും അല്ലെങ്കിൽ കൂലിപ്പണി ചെയ്യുവാനും അങ്ങനെയൊക്കെയുള്ള കായികാധ്വാനം ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. ഇന്നത്തെ അധ്വാനങ്ങൾ അതിനേക്കാൾ ബദലായിട്ടുള്ളവരുണ്ട്, ചെയ്യുന്നവരുണ്ട്, അതിനേക്കാൾ കൂടുതൽ ചെയ്യുന്നവരുണ്ട്. നമ്മളുടെ പല കുഞ്ഞുങ്ങളും 4-5 മണിക്കൂർ പോലും ഉറങ്ങാൻ അവസരം കിട്ടുന്നില്ല. അവർ ചുരുങ്ങിയ സമയം മാത്രമാണ് ഉറങ്ങുന്നത്. പണ്ട് അധ്വാനിച്ചിരുന്നവർ അവർക്ക് 7-8 മണിക്കൂർ ഉറങ്ങാനുള്ള സമയമുണ്ടായിരുന്നു. അവരധികം യാത്ര ചെയ്യുന്നില്ലായിരുന്നു. ഇന്ന് ദീർഘയാത്ര ചെയ്യുന്നവരുണ്ട്, പല പ്രവർത്തന മേഖലയിൽ ഇടപെടുന്നവരുണ്ട്, ചിമ്മാതെ തങ്ങളുടെ ഡ്യൂട്ടിയിൽ ഇടപെടുന്നവരുണ്ട്. അപ്പോൾ ഒറ്റ കാര്യം ഓർത്തോണം പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ച് വരുവാനുള്ള തലമുറയോട് കീർത്തിക്കും. അതായത് നീതി എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടെങ്കിൽ, നന്മയെന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടെങ്കിൽ, ഇപ്പോൾ ആരും പറഞ്ഞില്ലെങ്കിലും ഇനി നാളെ പറയും. ഇത് ചിലപ്പോൾ എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും പറയാനുള്ള ചില നന്മകൾ ഇന്നാരും പറഞ്ഞില്ലെങ്കിലും നാളെ പറയും. ഇന്നുള്ളവർ പറഞ്ഞില്ലെങ്കിലും നാളെയുള്ളവർ പറയും. പഴയകാലത്ത് സോക്രട്ടീസിനെ വിഷം കൊടുത്തു കൊന്നു, ഗലീലിയോയെ ചുട്ടുകൊന്നു, അങ്ങനെ ഒരുപാട് പേരെ ഉപദ്രവിച്ചു കഴിഞ്ഞു. അന്നത്തെ സമൂഹം അവരെ മൊത്തം മോശമായിട്ട് പറഞ്ഞു. പിൽത്തലമുറ വന്നപ്പോൾ ആ ചുട്ടുകൊന്ന സമൂഹത്തിലെ പിൻഗാമികൾ, തലവന്മാർ ക്ഷമ പറയേണ്ടി വന്നു. ഇന്ന് അവരുടെ ചിന്തകളെ വലിയ ചിന്തകളായി പറയുന്നു. പ്രിയമുള്ളവരെ ഓർത്തോണം, ദൈവത്തിൻ്റെ നീതിയെ പറയാത്ത സമൂഹത്തെക്കുറിച്ച് ഓർത്ത് നമ്മൾ ഭാരപ്പെടേണ്ട. കാരണം ദൈവത്തിൻ്റെ നീതി എന്ന് പറയുന്നത് എന്നും നിലനിൽക്കുന്നതാണ്, എല്ലാ കാലത്തേക്കുമുള്ളതാണ്, സദാകാലത്തേക്കുമുള്ളതാണ്. ഇന്ന് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയാതിരിക്കുന്നു എന്ന് വെച്ച് നമ്മൾക്ക് വിഷമം തോന്നണ്ട. ഇന്ന് കേൾക്കാൻ ആരും ഇല്ല എന്ന് വിചാരിച്ച് നമ്മൾ ഭാരപ്പെടേണ്ട. ഇനിയും ജനിക്കാനുള്ളവർ ഇനിയും വരാനുള്ളവരോട് പറയും. അപ്പോൾ ആ ഒരു വിശ്വാസം നമ്മിലുണ്ടാകുകയാണെങ്കിൽ നമ്മളെക്കുറിച്ച് പറയാനുള്ള നന്മകൾ ഇനിയും പറയാനുള്ളവരോട് പറഞ്ഞുകൊള്ളൂ. അപ്പം നമ്മൾ ഓർക്കും, എടാ എന്നെക്കുറിച്ച് ഇപ്പോൾ പറഞ്ഞില്ലെങ്കിൽ ഇനി നാളെ പറഞ്ഞിട്ട് എന്താ കാര്യം? ദൈവത്തിൻ്റെ താല്പര്യം അങ്ങനെയാണെങ്കിൽ അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കണം. നാളത്തെ തലമുറയും നമ്മൾ മോശക്കാരാണെന്ന് പറയാനുള്ള സാഹചര്യമൊന്നും സൃഷ്ടിക്കരുത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ നീതിക്ക് നമ്മൾ സംരക്ഷകരാകണം. ദൈവത്തിൻ്റെ നീതി സംവേദിപ്പിക്കണം. ദൈവത്തിൻ്റെ നീതി എന്ന് പറയുമ്പോൾ ഓർത്തോണം, ആ നീതി എന്ന വാക്ക് തന്നെ, നീ തീയാണ്, നീ ആളിക്കത്തണം, എരിഞ്ഞു കത്തണം, തീഷ്ണതയുള്ളവനാകണം. അതായത് നമ്മൾ തീഷ്ണതയുള്ളവരായി തീഷ്ണതയുള്ള ദൈവത്തിൻ്റെ നീതിയെ സംവേദിപ്പിക്കണം. ദൈവമേ നീ തീയാണ്, ദൈവമേ നീ തീഷ്ണതയുള്ളതാണ്. ആ തീഷ്ണതയുടെ സംവിധാനത്തെ നമ്മൾ സംരക്ഷിക്കുന്നവരായി മാറണം. അവസാനത്തെ 2 വാക്യത്തിലൂടെ നമ്മൾ ചുരുക്കത്തിൽ പറഞ്ഞത്, ഒരു സന്തതി അവനെ ആരാധിക്കും, വരുവാനുള്ള തലമുറയോട് യഹോവയെക്കുറിച്ച് കീർത്തിക്കും, അവർ വന്ന് ജനിക്കുവാനുള്ള ജനത്തോട് ഞാൻ അവൻ നിവർത്തിച്ചിരിക്കുന്നു എന്നവൻ്റെ നീതിയെ നിവർത്തിക്കും. അതായത് ദൈവം തമ്പുരാൻ നിവർത്തിച്ച കാര്യങ്ങളൊക്കെ കാണുന്ന കേൾക്കുന്ന ഒരു അനുഭവം ഉണ്ടാകണം. സമൂഹത്തിൽ പോസിറ്റീവായിട്ട് കാര്യങ്ങളെ കാണണം. ഒന്നും നഷ്ടപ്പെട്ടു പോയെന്ന് നമ്മൾ പരാതിപ്പെടരുത്, നന്മ പോയെന്ന് പരാതിപ്പെടരുത്, നീതി പോയെന്ന് പരാതിപ്പെടരുത്. ദൈവത്തിൻ്റെ കരുണയുണ്ടാകും. ആദിയിങ്കൽ കൈപ്പാകിലും അന്ത്യമോ മാധുരമത്രേ, കാർമേഘത്തിനുള്ളിലെ ഞാൻ മിന്നും സൂര്യശോഭ കാണും, കാർമേഘത്തിനുള്ളിലെ ഞാൻ മിന്നും സൂര്യശോഭ കാണും. അതെ, കാർമേഘം കൊണ്ട് ഇരുണ്ട് കിടക്കുകയാണെങ്കിലും അതിലും ഒരു ശോഭ വരും. കാർമേഘം പതുക്കെ മാറിപ്പോകും. നമ്മുടെ സമൂഹത്തെയും ചുറ്റുപാടുകളെയും ആവരണം ചെയ്തിരിക്കുന്ന അന്ധകാരത്തിൻ്റെയും ആ കാർമേഘത്തിൻ്റെയും ആ വലിയ കരിമ്പടം, കരിമ്പുക അതിങ്ങനെ നീങ്ങിപ്പോയിക്കൊണ്ടിരിക്കും. നീതിസൂര്യൻ രോഗോപശാന്തിയോടെ ഉയരും. ദൈവത്തെ നിഷ്കളങ്കമായി
ഹൃദയപൂർവ്വം സാക്ഷിക്കുവാനിടയാകട്ടെ. നമ്മൾ 22-ാം സങ്കീർത്തനം 20 എപ്പിസോഡുകളിലൂടെയാണ് വ്യാഖ്യാനിച്ചത്. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ദൈവമേ എന്നെ കൈവിട്ടതെന്തേ എന്ന് പറഞ്ഞവൻ ഘട്ടം ഘട്ടമായി വലിയ ഒരു വേദശാസ്ത്രജ്ഞൻ്റെ ആത്മമനസ്സോടുകൂടി, വലിയ തത്വജ്ഞാനിയുടെ ആത്മമനസ്സോടുകൂടി കാര്യങ്ങളിലേക്ക് എത്തുകയാണ്. ഇനിയും വരാനുള്ള തലമുറയോടുപോലും പറയും, ദൈവ നന്മയെക്കുറിച്ചും നീതിയെക്കുറിച്ചും പറയും എന്ന് പറഞ്ഞു നിർത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഓരോ വാക്കും ഓരോ പ്രവൃത്തിയും നാളത്തേക്കുള്ള സാക്ഷ്യമായി തീരട്ടെ. നമ്മളുടെ വേദനകൾ നാളത്തേക്കുള്ള പാഠപുസ്തകങ്ങളാകട്ടെ. നമ്മളുടെ കണ്ണുനീരുകൾ നമ്മുടെ ചുറ്റുമുള്ളവർക്ക് അമൃതവർഷമാകട്ടെ. ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം തൻ്റെ വലങ്കരം നീട്ടി നിങ്ങളെല്ലാവരെയും സദാകാലവും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.